ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. ദൈവവചനത്തിനും പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനും നാം സമയം വേർതിരിക്കുന്ന കാലഘട്ടങ്ങളാണിത്. വേദപുസ്തകത്തിൽ ധാരാളം വ്യക്തികളെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മെ സ്വാധീനിച്ച, നമ്മെ ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് എൽക്കാന. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എൽക്കാന. ദൈവം സൃഷ്ടിച്ചു എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ദൈവം സ്വന്തമാക്കി എന്ന അർത്ഥം കൂടി അതിനുണ്ട്. 1 മുതൽ 23 വരെയുള്ള ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എൽക്കാനയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്നേഹനിധിയായ ഒരു ഭർത്താവായിരുന്നു എൽക്കാന. വീട്ടിൽ വഴക്കുണ്ടാകാതിരിക്കാൻ എൽക്കാന വളരെയേറെ ശ്രദ്ധിച്ചു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ പെനീന ഹന്നായെ വേദനിപ്പിച്ചപ്പോൾ ആശ്വാസ വാക്കുകളുമായി കടന്നു വന്ന ഒരു സ്നേഹനിധിയായ ഒരു ഭർത്താവായിരുന്നു എൽക്കാന. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഭർത്താവാണ്. ആരാധനയ്ക്കായി പോകുമ്പോൾ തൻ്റെ കുടുംബത്തെ കൊണ്ടുപോകുമായിരുന്ന എൽക്കാന കാണിച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠമായ ഒരു മാതൃക തന്നെയാണ്. ദൈവത്തോടും ദൈവിക ആലോചനകൾക്കും എപ്പോഴും കാതോർക്കുന്ന അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു വ്യക്തിയായിരുന്നു എൽക്കാന. ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനായിരുന്നു എൽക്കാന. മക്കളില്ലാതിരിക്കുന്നത് ശാപമായിട്ട് ആ കാലഘട്ടത്തും കരുതിയിരുന്നു. അതിനാൽ തനിക്ക് മക്കളുണ്ടായതിൻ്റെ പേരിൽ പെനീന അഹങ്കരിക്കുകയും ഹന്നായെ മുറിവേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഹന്നായ്ക്ക് മുറിവേൽക്കാതിരിക്കുവാൻ വേണ്ടി അവളോട് ചേർന്നിരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൽക്കാന. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്നെല്ലാം പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ആശ്വസിപ്പിക്കുന്ന ഭർത്താവായിരുന്നു. അധികാലത്ത് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൽക്കാന. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. അധികാലത്തെ എഴുന്നേൽക്കുകയും ദൈവത്തോട് തന്നെ ആദ്യത്തെ സംസാരത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്ന ഒരു വ്യക്തി. ലോകത്തിൻ്റെ മക്കൾ താമസിച്ച് ഉറങ്ങാൻ പോകുകയും താമസിച്ചുണരുകയും ചെയ്യുന്നു. ഇവിടെ മനുഷ്യരുടെ മുഖം കാണുന്നതിന് മുമ്പ് ദൈവമുഖത്തോട് കണ്ട് ദൈവത്തെ മുഖാമുഖമായി നിന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കുന്നത് ദൈവമക്കളുടെ ലക്ഷണമായിരിക്കണം. അപ്രകാരമുള്ള ഒരു ശ്രേഷ്ഠ മാതൃക കാണിച്ചു തന്നൊരു വ്യക്തിയായിരുന്നു എൽക്കാന. തൻ്റെ ഭാര്യയുടെ നല്ല ആലോചനകളെ മാനിക്കുന്നവനായിരുന്നു. തനിക്ക് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹന്നായ്ക്കൊരു മകനെ ദൈവം നൽകുമ്പോൾ അവന് ശമൂവേൽ എന്ന് പേരിടുകയും ആ പൈതലിനെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന ഈ ഹന്നായുടെ ദൈവിക ആലോചനകൾക്ക് തക്ക പിന്തുണ നൽകുന്ന ഒരു ശ്രേഷ്ഠനായ ഭർത്താവായിരുന്നു. ദൈവത്തിനായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു എൽക്കാന. തനിക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്ത പുത്രനെ ദൈവത്തിനായി സമർപ്പിച്ചു. അപ്പോൾ വേദപുസ്തകത്തിൽ ഓരോ കഥാപാത്രങ്ങളും നമ്മെ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. സ്നേഹമുള്ള ഒരു വ്യക്തിയായി നാം മാറണം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി നാം മാറണം, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായി നാം മാറണം, അധികാലത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിത പങ്കാളികളുടെ നല്ല ആലോചനകളെ മാനിച്ച് ഒരു അർത്ഥവത്തായ ജീവിതം നയിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കുരിശിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നോമ്പ് കാലഘട്ടങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവമേ നിന്നോട് കൂടുതലായി പറ്റിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൽക്കാനയുടെ ജീവിത മാതൃകയാക്കിക്കൊണ്ട് കർത്താവെ എല്ലാവരെയും കരുതുവാൻ, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.